ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു അനൗൺസ്മെൻ്റ് ആണ്. ഇപ്പോൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ SSLC എക്സാമിനേഷൻ, കേരള SSLC എക്സാമിനേഷൻ, അതുപോലെ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് +2, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ആ ഒരു വിഭാഗത്തിലുള്ള എക്സാംസ്, പബ്ലിക് എക്സാംസ് മാർച്ചിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂൾ വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ഓൾറെഡി ഉണ്ട്. അതായത് SSLCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ സബ്ജക്ട്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അത് ആവശ്യമുള്ള കുട്ടികളുണ്ടെന്ന് അറിയുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അവരെ അറിയിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്കും ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ചാനൽ ഡീറ്റെയിൽസൊക്കെ തരുന്നതാണ്. അപ്പോൾ കേരള Education Board has released the date sheet of the Kerala Board Exam 2020. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് മാർച്ച് 10 മുതൽ സ്റ്റാർട്ട് ചെയ്യും, അത് തീരുന്നത് മാർച്ച് 26-നാണ്. അതുപോലെ ക്ലാസ് 12-ൻ്റെ എക്സാമിനേഷൻ മാർച്ച് 10 മുതൽ മാർച്ച് 26 വരെ തന്നെയാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാം ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 10-ന് തന്നെയാണ്, പക്ഷേ തീരുന്നത് മാർച്ച് 27-നാണ്. 2019 കേരള ബോർഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് മാർച്ച് 13 മുതൽ 28 വരെയായിരുന്നു SSLC. അതുപോലെ 4.3 ലക്ഷം കുട്ടികളാണ് അത് അപ്പിയർ ചെയ്തത് ആ തവണ SSLC എക്സാമിനേഷന്. അതിൻ്റെ റിസൾട്ട് വന്നത് മെയ് 6-ാം തീയതി 2019 അതിൽ കുട്ടികൾ 98.11% ആയിരുന്നു പാസ് പെർസെൻറ്റേജ്. ജസ്റ്റ് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് SCERT മലയാളം മീഡിയം, അതുപോലെ SCERT ഇംഗ്ലീഷ് മീഡിയം, ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെന്നും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ 2 മന്ത്സിൽ കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.